ഒരു അനുഭവം പകർന്നു കൊടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവൾക്ക് നൽകിയിരുന്ന ഈ ഒരു സന്ദേശം പ്രാവർത്തികമാക്കാൻ വേണ്ടി അമ്മ തന്നെ അവളോട് പറഞ്ഞിരുന്നു, 2 കാര്യങ്ങൾ നീ അവരെ പഠിപ്പിച്ചാൽ മതി. 1, കുരിശു വരക്കാൻ പഠിപ്പിക്കണം. 2, കൂദാശകളെ പറ്റി പഠിപ്പിക്കണം. അതെ, കുരിശും കൂദാശയും രക്ഷയുടെ അടയാളമാണെന്ന് പരിശുദ്ധ അമ്മ അവൾക്ക് പകർന്നു നൽകിയപ്പോൾ അത് അവൾ ജീവിതത്തിലൂടെ പാലിക്കാൻ പരിശ്രമിക്കുക. വീടുകളിലൂടെ കയറിയിറങ്ങി കുട്ടികളെ ഇതിലേക്ക് ക്ഷണിക്കുമ്പോൾ മാതാപിതാക്കൾ ആദ്യം വിസമ്മതിച്ചിട്ടുണ്ട്. ഒരുപാട് അസ്വസ്ഥതകളിലൂടെ അവൾ കടന്നു പോയിട്ടുണ്ട്. ഈ അസ്വസ്ഥതകളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ തന്നെ ഒരു പ്രത്യേക അടയാളത്തിലൂടെ അവളുടെ കൂടെ പരിശുദ്ധ കന്യകാമറിയം ഉണ്ട് എന്ന് അവിടെയുള്ളവർക്ക് ഒരു ബോധ്യം നൽകുന്നുണ്ട്. 1871 അമേരിക്കയിലെ ഒരു പ്രദേശം മുഴുവനും കാർന്നു നിന്ന ഒരു ദുരന്തമായിരുന്നു പെഷ്ടിഗോ അഗ്നിബാധ എന്നത്. ഈ പെഷ്ടിഗോ അഗ്നിബാധ ഒരു പ്രദേശം മുഴുവനും ഇങ്ങനെ അഗ്നി കവർന്നെടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദൈവാലയവും ആ ദൈവാലയത്തിലുണ്ടായിരുന്ന ഓരോ മക്കളെയും അഗ്നി സ്പർശിക്കാതെ, ആ പ്രദേശം മാത്രം അഗ്നിയുടെ സ്പർശനമേൽക്കാതെ ഇങ്ങനെ മാറി നിന്നു. അത് മറ്റുള്ളവർക്ക് വലിയൊരു ബോധ്യപ്പെടുത്തലാണ് നൽകിയത്. അത് മറ്റുള്ളവർക്ക് വലിയൊരു ഉറപ്പാണ് നൽകിയത്. ഇവൾ സാധാരണക്കാരിയല്ല, ഇവളുടെ കൂടെ പരിശുദ്ധ അമ്മ ഉണ്ട് എന്നുള്ളത്. പ്രിയമുള്ളവരെ, അമ്മ ഈ മകളിലൂടെ ലോകം മുഴുവനിലേക്കും പകർന്നു നൽകാൻ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ കാര്യം: ചുറ്റുപാടുമുള്ള കുട്ടികളെ നെഞ്ചോട് ചേർത്ത് നിർത്തി രക്ഷയുടെ അനുഭവം അവർക്ക് പകർന്നു നൽകുന്നതിൽ നീ മടി കാണിക്കരുതെന്നാണ് പറയുന്നത്. കരങ്ങൾ കൂപ്പാം, കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് അമ്മ നൽകിയ സന്ദേശം മനസ്സിൽ ധ്യാനിക്കാം. നിന്റെ ചുറ്റുപാടുമുള്ള കുഞ്ഞുങ്ങളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ, കുരിശിലൂടെയും കൂദാശകളിലൂടെയും രക്ഷ ആസ്വദിക്കാൻ പറ്റും എന്നൊരു ബോധ്യം കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളുടെ കൺമുമ്പിൽ പലതും നാം കാണുന്നുണ്ട്, കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാട്യം അവസാനിപ്പിക്കാൻ അമ്മ ആവശ്യപ്പെടുകയാണ്. ജീവിക്കാം നാട്യങ്ങളില്ലാതെ. ചുറ്റുപാടുമുള്ള മക്കളിലേക്ക് ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ വലിയ സന്ദേശത്തെയും പകർന്നു നൽകി രക്ഷയുടെ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ കർത്താവേ, എന്നെയും നീ ഒരു നിമിത്തമാക്കി മാറ്റണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.